ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എജുപോഡ്. എല്ലാ കൂട്ടുകാർക്കും എജുപോഡിലോട്ട് സ്വാഗതം. വിഷാഖ് സാറാണ്. നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മുടെ മെറ്റൽസ് എന്നുള്ള ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട, പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗമാണ് ലോഹനാശനം എന്നുള്ള ഭാഗം അല്ലെ. ലോഹനാശനം അല്ലെങ്കിൽ എന്താണ്? കൊറോഷൻ ഓഫ് മെറ്റൽ. എന്താണ് മെറ്റൽസിന്റെ കൊറോഷൻ അല്ലെ? മെറ്റൽസ് നമുക്കറിയാം നല്ലോണം കൊറോഡ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും റസ്റ്റ് ആണ് അതിലുള്ള കാരണം. റസ്റ്റ് എടുക്കുകയാണോ? അല്ല, റസ്റ്റ് എടുക്കല്ല, തുരുമ്പ് പിടിക്കാം അല്ലെ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ലോഹങ്ങൾ തുരുമ്പ് പിടിക്കുന്നത്? എന്തൊക്കെ സാഹചര്യങ്ങളാണ് ലോഹങ്ങൾ തുരുമ്പ് പിടിക്കാനായിട്ട് അനുയോജ്യമായിട്ട് വരുന്നത്? ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. നേരെ നമ്മൾ എന്ത് ചെയ്യാണ്? ടോപ്പിക്കിലോട്ട് പോവാണ്. എന്താണ് കൊറോഷൻ ഓഫ് മെറ്റൽ അല്ലെങ്കിൽ ലോഹനാശനം അല്ലെ? വളരെ ഭംഗിയുള്ള, വളരെ അടിപൊളിയായിട്ടുള്ള, വളരെ സുന്ദരന്മാരായിട്ടുള്ള ഈ ഒരു മെറ്റലിനെ കണ്ടോ നിങ്ങൾ അല്ലെ? എന്താണ്? ഇതൊരു നെട്ടാണ് അല്ലെ? നെട്ടാണ് അല്ലെ? സോ നെറ്റാണ്, സ്ക്രൂ, അതായത് എന്തോ ഒരു സംഭവമാണ് അല്ലെ? എന്താണ്? എന്തോ ഒരു സംഭവമാണ്. മക്കളെ ഒന്ന് കമന്റ് ചെയ്തേ എന്താ സംഭവം എന്നുള്ളത്. ഇവിടെ നോക്കാം, ഈ രണ്ട് ചക്രങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് രണ്ടിനും വ്യത്യാസമുണ്ട് അല്ലെ? എന്താണ്? ഒന്ന് മാറിയിട്ട്, അയ്യോ അത് അങ്ങനെ മാറാൻ ആരോ പറഞ്ഞത്. എന്താണ്? അതൊന്നും എന്ത് ചെയ്തു? മാറിയിട്ട് എന്തായി മാറി? റസ്റ്റായിട്ട് മാറി അല്ലെ? എന്താണ്? റസ്റ്റായിട്ട് മാറി, അല്ലെങ്കിൽ എന്താണ്? തുരുമ്പായി മാറി അല്ലെ? ഓർത്ത് വെക്കേട്ടോ, എന്താണ്? തുരുമ്പായി മാറി അല്ലേ? എങ്ങനെയാണ് ഈ തുരുമ്പ് ഉണ്ടാവുന്നത് അല്ലെ? നമുക്കറിയാം തുരുമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? Fe2O3XH2O ആണ് നമുക്കറിയാം അല്ലെ? Fe2O3XH2O ആണെന്ന് അറിയാം. അപ്പൊ അത് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുകയാണ് അല്ലെ? ഇരുമ്പ് തുരുമ്പിക്കുന്ന പ്രക്രിയ സ്വാധീനിക്കുന്ന ഘടകങ്ങള്, which are the factors are influencing corrosion, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു? ഒരു കുഞ്ഞു എക്സ്പെരിമെന്റിലോട്ട് പോവാണ്, ഒരു പരീക്ഷണത്തിലോട്ട് പോവാണ്. സോ ഹിയർ ഈസ് യുവർ എക്സ്പെരിമെന്റ്. പരീക്ഷണം ഇതാണ്. അതായത് നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് വേണം. അതായത് എന്താ? ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ടെസ്റ്റ് ട്യൂബ് വേണം 4 എണ്ണം അല്ലെ? എന്താണ്? വൃത്തിയുള്ളതും ഈർപ്പരഹിതവുമായിട്ടുള്ള 4 ടെസ്റ്റ് ട്യൂബ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ റസ്റ്റ് ഫ്രീ ആയിട്ടുള്ള, ക്ലീൻ ആയിട്ടുള്ള അയൺ നൈൽസ്, എന്താണ്? തുരുമ്പെടുത്തിട്ടില്ലാത്ത 4 ഇരുമ്പാണികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ദെൻ നീറ്റ് കക്ക അല്ലെങ്കിൽ ക്യുക്ലൈം എടുത്തിട്ടുണ്ട്. ഒരു 10 ഗ്രാം കുറച്ച് എടുത്തിട്ടുണ്ട്. ക്യുക്ലൈം അല്ലെങ്കിൽ എന്താണ്? നീറ്റ് കക്ക. നിങ്ങൾ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഭാഗം കൂടിയാണിത്, നീറ്റ് കക്ക അല്ലെങ്കിൽ ക്യുക്ലൈം എന്ന് പറയും. ദെൻ അതേപോലെ സോഡിയം ക്ലോറൈഡിന്റെ ലായനി, എന്താണ്? സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ എന്താണ്? NaCl. ഓക്കെ, NaCl എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയേ ഉള്ളൂ, ഉപ്പാണ്. ഉപ്പ് എന്താണ്? ഉപ്പ്. ഒരു 25 ml ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ എന്താണ്? HCl അല്ലെങ്കിൽ എന്താ? സിട്രിക് ആസിഡ്, വിനാഗിരി നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ കോർക്ക് എടുത്തിട്ടുണ്ട്. ഒരു കോർക്ക് എടുത്തിട്ടുണ്ട്. ഇന്ന് നോക്കാം, ഒരു ചിത്രം നിങ്ങൾക്ക് ടെസ്റ്റ് ട്യൂബിൽ കാണാൻ സാധിക്കും. ഇതേപോലെ ഒരു ചിത്രം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 4 ടെസ്റ്റ് ട്യൂബുകൾ എന്ത് ചെയ്തു? നമ്മൾ ഓരോ വീതം ഇരുമ്പാണി ഇട്ടിട്ടുണ്ട് അല്ലെ? ഇരുമ്പാണി ഇട്ടിട്ടുണ്ട്. അതേപോലെ എന്താണ്? ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്ത് ചെയ്തു? നനഞ്ഞ പഞ്ഞി ഇട്ടു. അന്തരീക്ഷ വായുവായിട്ട് എന്ത് ചെയ്തു? തുറന്നു വെക്കുന്നു. ഒന്ന്. ഇനി രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്ത് ചെയ്തു? ഇരുമ്പാണിക്കൊപ്പം ആരിട്ടു? നീറ്റ് കക്ക ഇട്ട് അടച്ച് സൂക്ഷിക്കുന്നു. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നീറ്റ് കക്കയ്ക്ക് ഈർപ്പം ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ H2O ജലമുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? അത് ആഗിരണം ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ ഇരുമ്പാണിക്കുണ്ട്. പുറത്തേക്ക് എന്താണ്? ഇരുമ്പാണിക്കുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കുക, സെറ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. ദെൻ മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്ത് ചെയ്തു? ഇരുമ്പാണി പകുതിയോളം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എന്ത് ചെയ്തു? നമ്മൾ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ NaCl ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ദെൻ നാലാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്ത് ചെയ്തു? ഇരുമ്പാണിക്കൊപ്പം എന്ത് ചെയ്തു? പകുതിയോളം മുങ്ങിക്കിടക്കത്തക്ക വിധം നേർപ്പിച്ച HCl അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ഒഴിച്ചിട്ടുണ്ട്, അല്ലെ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ഇത് ആഴ്ചയോളം നമ്മൾ എന്ത് ചെയ്തു? ടെസ്റ്റ് ട്യൂബിൽ സൂക്ഷിച്ചു വെച്ച സമയത്ത് എന്താണ് കണ്ടിട്ടുള്ളത്? ഇതാണ് ചിത്രം കേട്ടോ. എന്താണ്? ഒന്ന് ടെസ്റ്റ് ട്യൂബ് നമ്പർ 1, ടെസ്റ്റ് ട്യൂബ് നമ്പർ 2, ടെസ്റ്റ് ട്യൂബ് നമ്പർ 3, ടെസ്റ്റ് ട്യൂബ് നമ്പർ 4. സോ നോക്കാം, ഇവിടെ കൃത്യമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? 1, 3,
4 എന്നീ ടെസ്റ്റ് ട്യൂബിൽ എന്ത് ചെയ്തു? കൃത്യമായിട്ട് തുരുമ്പ് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? തുരുമ്പ് കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം നിങ്ങൾ പരിശോധിച്ച് വെച്ച് പോവേണ്ടത്, ഇവിടെ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്തില്ല? തുരുമ്പ് പറഞ്ഞ സംഭവമില്ല. കാരണം ഇവിടെ നമ്മൾ വായുവിലോട്ട് തുറന്നു വെച്ചിട്ടില്ല. അതേപോലെ എന്താണ്, ഇതിലൂടെ നമ്മൾ ആഡ് ചെയ്ത ആരെയാണ്? ക്യുക്ലൈമിനെയാണ്, അല്ലെങ്കിൽ നീറ്റുകക്കയാണ്. ഈ നീറ്റുകക്കയ്ക്ക് ഈർപ്പത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ജലാംശം അവിടെ ഇല്ലാത്തത് കൊണ്ട് തുരുമ്പ് പിടിച്ചിട്ടില്ല. ഇനി മറ്റു ടെസ്റ്റ് ട്യൂബിൽ നോക്കാം, അല്ലെ? വായുവിലോട്ട് എക്സ്പോസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, അല്ലെ? അതേപോലെ നനവുണ്ട്, തുരുമ്പ് പിടിച്ചു. വായുവിലൂടെ എക്സ്പോസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, ഏതായിട്ട് വെച്ചിട്ടുള്ളത്? NaCl, സോഡിയം ക്ലോറൈഡിലാണ്, തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്താണ്? HCl അല്ലെങ്കിൽ വിനാഗിരിയിലാണ് മുക്കി വെച്ചിട്ടുള്ളത്, വായുവിലോട്ട് തുറന്നു വെച്ചിട്ടുണ്ട്, തുരുമ്പ് പിടിച്ചു. സോ മക്കളെ സെറ്റായിട്ട് പഠിച്ചു വെക്കാം, എന്താണ്, ഏതൊക്കെ ടെസ്റ്റ് ട്യൂബിൽ ആണികളാണ് തുരുമ്പിച്ചത്, അല്ലെ? വിച്ച് ടെസ്റ്റ് ട്യൂബ് ഹാഡ് their nails rusted? ഓക്കെ, യെസ്, ഇത്രയും നമ്മൾ പറഞ്ഞു. ഇവിടെ നോക്കാം, ഏത് ടെസ്റ്റ് ട്യൂബിലെ ഇരുമ്പാണിയാണ് തുരുമ്പിക്കാത്തത്? ഇതിന് കാരണം എന്ത്, അല്ലെ? ഒന്ന്, നോട്ട് എക്സ്പോസ് ടു എയർ, എന്താ? അന്തരീക്ഷവുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നില്ല. ഏതാണ്? കോർക്ക് വെച്ച് അടച്ചു വെച്ചത്. ദെൻ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ക്യുക്ലൈം, എന്താണ്? നീറ്റുകക്കയുടെ സാന്നിധ്യം, അല്ലെ? അന്തരീക്ഷത്തിലോട്ട് തുറന്നു വെച്ചിട്ടില്ല, നീറ്റുകക്ക ഇട്ടിട്ടുണ്ട്. സോ അവിടെ ഒരു കാര്യം എന്താണ്? നീറ്റുകക്ക ജലത്തെ ആഗിരണം ചെയ്തു, വായുവിന്റെ സമ്പർക്കം അവിടെ ഇല്ല. ഓക്കെ, അപ്പൊ നോക്കാം. ഇതാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു ഭാഗം. എന്താ? അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ, ജലാംശം എന്നിവയുടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഇരുമ്പ് തുരുമ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ തുരുമ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഉപ്പിന്റെ അംശം ഉള്ളത് കൊണ്ടാണോ? അല്ല, പകരം എന്താണ്? അവിടെ ജലാംശമുണ്ട്, ഓക്സിജൻ ഉണ്ട്, വായുവുമായിട്ട് സമ്പർക്കമുണ്ട്. ഓക്കെ, ദെൻ കടൽ തീര പ്രദേശങ്ങളിലെ ഇരുമ്പ് ജനാല കമ്പികൾ വേഗത്തിൽ തുരുമ്പിക്കുന്നതിന് കാരണം എന്തായിരിക്കും? ഒരു കാര്യം മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക, എന്താണ്? ഒന്ന് ഓക്സിജൻ ഉണ്ട്, ഒന്ന് NaCl, ഉപ്പിന്റെ അംശമില്ലേടാ, ഉപ്പിന്റെ അംശമില്ലേ. ഇനി മറ്റൊരാൾ ആരാണ്? ജലാംശം H2O. ഓക്കെ, ഇത്രയും ആയാൽ എന്ത് ചെയ്യും? അവിടെ തുരുമ്പ് പിടിക്കും. സ്വാഭാവികമായിട്ടും ഇവിടെ കടൽ തീരത്ത് എന്താണ്? സോഡിയം ക്ലോറൈഡിന്റെ അംശം വളരെ കൂടുതലാണ്, ജലാംശം വളരെ കൂടുതലാണ്, എയറുമായിട്ട് സമ്പർക്കത്തിലുണ്ട്. ഈ 3 കാരണങ്ങൾ കൊണ്ട് കടൽ, അതായത് തീരപ്രദേശം, കടലിന്റെ അടുത്തുള്ള തീരപ്രദേശങ്ങളിലെ ആളുകളുടെ വീടുകളുടെ ജനൽ പെട്ടെന്ന് എന്ത് ചെയ്യും? തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നതിന് കാരണം എന്തായിരിക്കും? ഇത്രയേ ഉള്ളൂ, അല്ലെ? സോഡിയം, പൊട്ടാസ്യം, അല്ലെ? NaK, ഇവ സോഡിയം, പൊട്ടാസ്യം എന്ത് ചെയ്യുന്നു? മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നതാണ്. എയറുമായിട്ട് സമ്പർക്കത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മക്കളെ. സെറ്റാണോ? സോ ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്തു? കൃത്യമായിട്ട് പറഞ്ഞു. ഇരുമ്പും മറ്റു പല ലോഹങ്ങളും അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പുതിയ പദാർത്ഥങ്ങളായി മാറുന്നു. ഈ പ്രക്രിയയാണ് ലോഹനാശനം എന്ന് പറയാം. Okay, എന്താണ്? Iron and a number of other metals react with different components of air and form new product. This process is called corrosion of metal. ഇതിനെയാണ് മെറ്റൽസിന്റെ കൊറോഷൻ എന്ന് പറയും. മക്കളെ സെറ്റ് ആയടാ. ഇനി ഇരുമ്പ് എങ്ങനെ തുരുമ്പിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിൽ വേണം. ചോദ്യങ്ങളുടെ ശരങ്ങളായിട്ട് നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്ന സമയത്ത്, നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ നിന്നും അതെടുത്ത് അതിനെ തടഞ്ഞു നിർത്തുക. വളരെ സാഹിത്യത്തിലൂടെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. സോ മക്കളെ, we are going to conclude this video. See you then. Bye bye.